UPSCയുടെ പട്ടിക മറികടന്ന് സംസ്ഥാന പോലീസ് മേധാവിയെ നിയമിക്കാൻ സർക്കാർ ആലോചന. ഇൻചാർജ് DGPയെ നിയമിക്കുന്നതിനുള്ള നിയമവശം പരിശോധിക്കാൻ സർക്കാർ നിയമോപദേശം തേടി. UPSC നിർദ്ദേശിച്ച 3 പേരോടും താൽപര്യക്കുറവുള്ളതുകൊണ്ട് മനോജ് എബ്രഹാമിന് വേണ്ടിയാണ് സർക്കാരിന്റെ നീക്കങ്ങൾ. നാളെയോടെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. മറ്റന്നാളാണ് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് ഷേഖ് ദർവേ സാഹിബ് വിരമിക്കുന്നത്. അന്ന് തന്നെ പുതിയ മേധാവി ചുമതലയേൽക്കണം. നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവരെയാണ് സംസ്ഥാന പോലീസ് മേധാവി പദവിയിലേക്ക് പരിഗണിക്കാൻ UPSC നിർദ്ദേശിച്ചത്. എന്നാൽ ഇവർ 3 പേരോട് സർക്കാരിന് വലിയ താല്പര്യമില്ലെന്ന സൂചനയാണ് നിലവിൽ പുറത്തു വരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് മറ്റു ചില സംസ്ഥാനങ്ങൾ ചെയ്ത പോലെ ഇൻചാർജ് DGPയെ നിയമിക്കാൻ വേണ്ടിയുള്ള നീക്കം സംസ്ഥാന സർക്കാർ നടത്തുന്നത്. ഇതിനായി സർക്കാർ നിയമോപദേശം തേടി. സംസ്ഥാന പോലീസ് മേധാവി പദവിയിലേക്ക് 6 പേരുടെ ചുരുക്കപ്പട്ടികയാണ് സംസ്ഥാനം നൽകിയിരുന്നത്. UPSC നൽകിയ പേരുകൾക്ക് പുറമെ മനോജ് എബ്രഹാം, സുരേഷ് രാജ് പുരോഹിത്, MR അജിത് കുമാർ എന്നിവരുടെ പേരുകളും നൽകിയിരുന്നു. ADGPമാരെ കൂടി സംസ്ഥാന പോലീസ് മേധാവി പദവിയിലേക്ക് പരിഗണിക്കാനുള്ള അനുമതി നൽകണമെന്ന അഭ്യർത്ഥന സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ UPSC അത് തള്ളിയിരുന്നു. മനോജ് എബ്രഹാമിനെ സംസ്ഥാന പോലീസ് മേധാവിയാക്കാനുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് സർക്കാർ നിയമോപദേശം തേടിയതെന്നാണ് വിവരം. മറ്റന്നാൾ രാവിലെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയെ തീരുമാനിക്കും. BSFൽ ഉണ്ടായിരുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയതാണ് നിതിൻ അഗർവാളിനോടുള്ള താല്പര്യക്കുറവിന് കാരണം. കൂത്തുപറമ്പ് വെടിവെപ്പിന് നിർദ്ദേശം നൽകിയതിന്റെ പേരിൽ സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ. യോഗേഷ് ഗുപ്തയോട് സർക്കാരിന് നേരത്തെ തന്നെ താല്പര്യക്കുറവുണ്ട്. എന്നാൽ ഇൻചാർജ് DGPയെ നിയമിക്കണമെങ്കിൽ പോലും UPSCയുടെ അനുമതി സർക്കാരിന് ആവശ്യമാണ്. മീഡിയ 1 തിരുവനന്തപുരം.